സഹാക്കളെ, ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഊഷ്മളമായ അഭിവാദ്യം. ഈ നിത്യവും ക്രൂരവുമായ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ ഞങ്ങൾ നടത്തുന്ന ശക്തമായ സമരങ്ങളെ പിന്തുണയ്ക്കാനാണല്ലോ നിങ്ങളിവിടെ. അതിൽ ഞങ്ങൾ അങ്ങേറ്റം കൃതാർത്ഥരാണ്. ഇത് ബൊളീവിയക്കാരുടെ പ്രശ്നമാണ്. ബൊളീവിയക്കാർക്ക് അത് പരിഹരിക്കാനും അറിയാം. ഞാൻ ചുരുക്കി പറയാം, ഞങ്ങൾക്ക് പ്രകടമായും അക്രമാസക്തമായ വിപ്ലവ പ്രവർത്തനങ്ങളെ പിന്താങ്ങാനോ അവയ്ക്ക് നേതൃത്വം കൊടുക്കാനോ കഴിയില്ല. ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള പരിപാടി ഇതാണ്: സംയമനവും സ്വാഭാവികമായ മാറ്റങ്ങൾ. ആദ്യം ജനങ്ങളെ പഠിക്കുക, പിന്നീട് ഇപ്പോ സംസാരിക്കുന്ന മോസ്കോ അല്ലെങ്കിൽ ബുഡാപെസ്റ്റ് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ വന്നത് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ്. മോൻഷേ, നിങ്ങൾക്ക് സ്വാഗതം. ഒരു വ്യവസ്ഥ മാത്രം കേൾക്കട്ടെ. ഞങ്ങൾക്ക് ഈ മോസ്കോയുടെ കാര്യത്തിലായിപ്പോലും എന്തിനായാലും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പരിപാടി ഇതാ: സംയമനവും സ്വാഭാവികമായ മാറ്റം. ഞാൻ ഒരു നിഷ്പക്ഷ നിലപാടിലൂടെ ഞങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ സ്ഥാനം. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തെ സഹായിക്കാനുള്ള സന്നദ്ധത മറ്റ് തെക്കേ അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ നിന്നും ഞാൻ നേടിയത്. ബൊളീവിയയിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന കാലത്തോളം അക്രമത്തിന്റെ വിപ്ലവത്തിന്റെ നേതൃത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുമെന്ന് വളരെ വ്യക്തമാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് അതായത് താങ്കളായിരിക്കും പുതിയ നേതാവ് അല്ലേ? ബൊളീവിയയിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന കാലത്തോളം ഒന്ന് ആലോചിച്ചു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വം, പെറുവിൽ ഈ ജുവാനായിരിക്കും സ്വാഭാവികമായും നേതൃസ്ഥാനം. അർജന്റീനയിൽ താങ്കളുടെ നേതൃത്വമായി. ഇത് തെക്കേ അമേരിക്കയാണ്. ഇവിടെ നടക്കേണ്ട വിപ്ലവത്തിന്റെ വ്യാപ്തി ചുരുക്കി കാണരുത്. സത്യം തുറന്നു പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സംഘടനയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ബൊളീവിയയിലെ സഖാക്കളെ അവരിവിടെയുണ്ട്. മോക്കോ, ഇന്ത്യ, അവരോട് ചോദിച്ചോർക്കും അവരെന്റെ കൂടെ നിൽക്കുന്നോ അതോ നിങ്ങളുടെ കൂടെ പോരുന്നോ എന്ന്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ ഇന്ത്യ നിങ്ങളെന്ന് പറയുന്നു. ഞാനും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. എല്ലാവരെയും നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എനിക്കെങ്ങനെ കഴിയും? വിപ്ലവത്തിന്റെ അർത്ഥമെന്തെന്ന് ഞാൻ അവരെ പഠിപ്പിക്കും. ആക്രമണത്തെ നേരിടുന്ന ആക്രമണം ഇപ്പോ ഒരു നിമിഷം പോലും വഹിക്കാതെ ജീവിതം, അത് ഒന്നേ ഉള്ളൂ. നീതിയാണ് നമ്മുടെ ആവശ്യം. ഇപ്പോ തന്നെ ഒരു വിപ്ലവക്കാരുടെ ധർമ്മം വിപ്ലവത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. യോഗം കൈക്കുള്ളിൽ വെച്ചിരിക്കുന്ന അല്പം ഭരണാധികാരികളെ പട്ടാള മേധാവികളെ ദൂർത്തറിയുക എന്നതാണ്. ഒരു വിപ്ലവകാരുടെ രക്തം ഒരിക്കലും പാഴായി പോകുന്നില്ല. അത് 10,000ങ്ങളോട് എഴുന്നേറ്റ് നിന്ന് പോരാടുവാൻ വിനീതമായി ആവശ്യപ്പെടുന്നു. ആ ഒളിത്താവളത്തിന്റെ പണി പൂർത്തിയായി. താന്യ നമുക്ക് വേണ്ടി 100 പേരാണ് കൊണ്ടുവരാൻ പോകുന്നത്. താന്യ നമുക്ക് പറ്റിയ യോദ്ധാക്കളെ കൊണ്ടുവരും. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ കൂടെയുള്ളവരെ തരക്കാരാണെന്ന്? അതെ, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ പൊതുവെ പരിശുദ്ധമുള്ളവരാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്ത്രീകളുമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിയും.
എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ അന്ന് ക്ഷമാശീലത്തെക്കുറിച്ചും സ്വാഭാവിക പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചും ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്നേഹപൂർവ്വം എനിക്ക് ഉപദേശം നൽകിക്കൊണ്ട് എന്റെ 6 ചുരുട്ടുകളെങ്കിലും വലിച്ചു തീർത്ത് കാണും. വിജയങ്ങളുടെ കഥ പറഞ്ഞ് എഴുന്നള്ളിക്കുന്നവർ തനി ബോറന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധം അവസാനിക്കുന്നു. ആരാണ് യഥാർത്ഥ വിജയി? കൊല്ലുന്നവരോ അതോ കൊല്ലപ്പെടുന്നവരോ? മനുഷ്യരെന്ന നിലയിൽ 2 കൂട്ടരും വിജയിക്കുന്നില്ല. കണ്ണട എവിടെ? ആരാ വരുന്നത്? കളിക്കരുത്. നമ്മള് കുട്ടികളല്ല, യോദ്ധാക്കളല്ലേ? ജുവാൻ, കണ്ണട നിങ്ങളുടെ പിന്നിൽ നിലത്ത് തന്നെയുണ്ട്. എവിടെ? നിങ്ങളിവിടെ പ്രയോഗിച്ചിരിക്കാം. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ കണ്ണട കാണാനില്ലായിരുന്നു. അവരൊരു കണ്ണുപൊട്ടൻ. അവർ രണ്ടുപേരും അങ്ങനെ വിപ്ലവത്തിന് തയ്യാറെടുക്കാൻ പോയി. വാക്ക് പറഞ്ഞതുപോലെ ഞാനിതാ എത്തിയിരിക്കുന്നു. ഒരു ഇന്ത്യൻ വംശജനായ സഖാവും യന്ത്രത്തോക്കുമായി ഞാൻ സത്രത്തിൽ ചെന്നു പ്രഭുവിനോട് ചോദിച്ചു. പുതുതായി വന്ന അനുഭാവികളെ കുറിച്ച്, പോരാളികളെ കുറിച്ച് നമ്മൾ കൈ കൊടുത്തു. ഒരൊറ്റ നിമിഷം മാത്രമെന്ന് അയാൾ എന്നോട് പറഞ്ഞുകൊണ്ട് കടന്നുപോയി. തിരികെ വന്നത് ഈ യന്ത്രത്തോക്കുമായിട്ടാണ്. സ്വാഗതം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ യന്ത്രത്തോക്ക് കിട്ടിയത്? എങ്ങനെ? നിന്റെ ഭാഷ ഏതാ? കാഴ്ച? വരണി? വരണി! നോക്കൂ, ഇവർക്കൊക്കെ പേരുകളുണ്ട്. നിനക്കോ? അവനെ നമുക്ക് ഇന്ത്യക്കാരൻ വിളിക്കാം. ഇന്ത്യക്കാരാ? ആ തോക്കൊന്ന് തൊടാൻ തരുമോ? നിങ്ങളെ പാടുപഠിപ്പിക്കും. റമോൺ ഡി ലാ സെൽവ. ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾ സ്വയം നേടിയെടുത്തത്. മുഴുവനും 100% അമേരിക്കൻ വംശജരായ ഇന്ത്യക്കാർ യുദ്ധത്തിലും കൊടും ദാരിദ്ര്യത്തിലും പട്ടിണി കിടന്നുകൊണ്ട് ആരാ ഗോത്രക്കാർ ഇവിടെ, മോജോ ഗോത്രക്കാർ ഇവിടെ, ചിഗ്വിന്റെ ഗോത്രക്കാർ ഇവിടെ, ചിരക്വാനോ, ഗൊറാനി. ആഹാ, നിങ്ങൾ ഗൊറാനി ഗോത്രക്കാർ, അതിൽ അഭിമാനിക്കുന്നവർ. അതെ, അധ്വാനിക്കുന്നവർ അടിമകളെ പോലെ പണിയെടുക്കുന്നു. കൂലിയായി കിട്ടുന്നതോ അല്പം പെസോ മാത്രം. പെസോ ഇല്ല, ചിലപ്പോ കൂലിയായി 1 പെസോ പോലും കിട്ടാറില്ല. ഞാൻ മുമ്പ് ഒരു പട്ടാളക്കാരനാണ്. പട്ടാളക്കാരന്റെ ശമ്പളം പെസോ അല്ല, ചിക്കാമദ്യം. ഏതെങ്കിലും ഒരു തീവ്രവാദി കൊന്നാലോ 5-10 പെസോ. നിങ്ങളുടെ സഹോദരനായ ഒരു വിപ്ലവകാരിയെ കൊന്നാൽ 5-10 പെസോ. നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ദുരിതം എന്താണെന്ന് അറിയാമോ? അടിമകളെ കൊല്ലുന്നു, സഹോദരന്മാരെ കൊല്ലുന്നു. സമ്മതിച്ചിരിക്കാം. ഐക്യം, അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഞങ്ങൾ വിദേശികൾക്ക് കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ മാത്രമേ കഴിയൂ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത അത് ചൂണ്ടിക്കാണിച്ചു തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ലക്ഷക്കണക്കിന് സഹോദരന്മാർ ഈ ലാറ്റിൻ അമേരിക്കയിൽ പട്ടിണി കൊണ്ട് നരയിക്കുകയാണ്. എന്തുകൊണ്ടാണത്? നമ്മുടെ ദരിദ്രരാജ്യമായത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നാം ഈ വടക്കേ അമേരിക്ക പോലെ തന്നെ സമ്പന്നമാണ്. ബൊളീവിയയിൽ ഖനികൾ എത്രയാണ്? കാമിരി പ്രദേശം ലോകത്തിലെ പെട്രോളിയത്തിന്റെ തലസ്ഥാനമാണ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ എണ്ണ കമ്പനിയുടെ കുത്തക ആദ്യ പക്കലാണുള്ളത്.
പട്ടാള ഭരണാധികാരികളല്ല ഭരിക്കുന്നതെങ്കിൽ ബ്രസീൽ ഈ വൻകരയിൽ തന്നെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിരിക്കും. കണക്കില്ലാത്ത ധനനിക്ഷേപവും ജലവൈദ്യ സാധ്യതകളും ശരിക്കും വികസനത്തിന് വേണ്ടി അവിടെ ഇനിയും ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? വടക്കേ അമേരിക്കക്കാരന് മത്സരത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി മാത്രം. ക്യൂബയിൽ ഇത് സാധ്യമല്ല. മരുന്നോ? ഏയ്, വേണ്ട. കോൺഗ്രസ് കൊണ്ട് മാത്രം ഞങ്ങൾ 6 മണിക്കൂർ റിയോ ഗ്രാൻഡിലെത്തി. എല്ലാം വിചാരിച്ച പോലെ ഭംഗിയായി നടക്കുമ്പോഴാണ് എന്തുണ്ടായി? ബെഞ്ചമിൻ ശരിക്കും ശാരീരികമായി അവശനായി. പാണ്ഡവ തൂക്കി നടക്കാൻ കഴിയണ്ട. അയാൾ നദിയിൽ വീണു. ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. കാർലോസും എൽറൂബിയും അവനെ രക്ഷിക്കാൻ നദിയിലേക്ക് എടുത്തു ചാടി. അപ്പോഴാണ് ഓണറിട്ടോ ഒരു സംഘം പട്ടാളക്കാരെ കാണുന്നത്. 12 പേരോളം ആ നദിയുടെ അക്കരെ. കാർലോസും എൽറൂബിയും കൊണ്ടരിപ്പ് നൽകാൻ കഴിയുമായിരുന്നില്ല. അവനെ മരിക്കാൻ പറ്റുമോ? കാർലോസിനും പട്ടാളക്കാർ കണ്ടിരുന്നില്ല. പക്ഷേ പട്ടാളക്കാർ എൽറൂബിയുവിനെ കണ്ടിരുന്നു. അവൻ ഞങ്ങളുടെ അടുത്തേക്ക് നീന്താൻ ശ്രമിച്ചു. സ്വന്തം തോക്ക് കയ്യിലെടുത്തതും ഒരു വെടിയുണ്ട അവന്റെ തലയിൽ പാഞ്ഞു കയറിയതും എല്ലാം ഒരുമിച്ചായിരുന്നു. അവർ ഒന്നാന്തര സഖാക്കളായിരുന്നു. അനാവശ്യമായി ചെയ്യുന്ന രക്തം, ശുദ്ധ വിഡിത്തം. ഇങ്ങനെയാണോ വിപ്ലവം നടത്തേണ്ടത്? തുടങ്ങും മുമ്പേ 4 സഖാക്കളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അതല്ല പ്രധാനം. ഉടൻ തീരുമാനമെടുക്കുന്നു. നിരന്തരമായി ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായ അവിശ്വാസം, നിരന്തരമായ ജാഗ്രത. നമ്മുടെ താവളം ഉടനെ തന്നെ മാറ്റണം. സാധാരണ രീതിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കാറുണ്ട്. 30 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം നീ വീണ്ടും വീണ്ടും ആൾക്കാരെ കൊല്ലും. 30 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ എവിടെയിരിക്കുമെന്ന് ആർക്കറിയാം? 5 മിനിറ്റിന് ശേഷം നീ എവിടെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എവിടാവാ? സത്യമായിട്ടും എനിക്കറിയില്ല. ദുബായിലെ ഞാൻ കണ്ടിട്ടില്ല. നീ അയാളെ ഒരിക്കലും കണ്ടിട്ടില്ല അല്ലേ? ഞാൻ അയാളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ നീ എവിടെ വെച്ചെങ്കിലും കണ്ടു? ഞാൻ കണ്ടിട്ടില്ല. ഇയാളുടെ പേരാണ് റമോൺ ഡി ലാസ് സിൽവ. ക്ഷമിക്കണം, എനിക്കറിയില്ല. നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചിന്തിക്കാവുന്ന പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതിരിക്കാൻ ആർക്കാ കഴിയാം? നീയും മോൺഷയും കൂടി ചെഗുവേറെ കാണാം. മോൺഷെ തിരികെ വന്നു. നീ ഗുവേറയ്ക്കൊപ്പം ഇതേക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ദുബായിലെ ഒരിക്കലും കണ്ടിട്ടില്ല. നീ നോക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. മോൻഷ എന്നോട് പറഞ്ഞത് അതാണ്. ഒളിവിയ ഗുഹകാര്യം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. അതെ, ഇവിടുത്തെ പട്ടാളക്കാർക്കും. മോനെ സന്തോഷിക്കാൻ എന്താ? കഴിക്കാൻ നല്ലത് വല്ലതും വീട് കിട്ടിയോ? അതിൽ ഇത്ര സന്തോഷമോ? മനസ്സിലായി.
മുകളിലേക്ക് നീങ്ങിയ ഒരു സൈനിക സംഘം കീഴടക്കിയ പട്ടാളക്കാർ സംബന്ധിച്ചു. അവരുടെ ലക്ഷ്യം നമ്മളാണ്. എന്നിട്ട് തടവുകാരവിടെ ഊഹിച്ചു നോക്കൂ. ഊഹിച്ചു നോക്കൂ. ഞങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ അടിപ്പിച്ചു. മൊത്തം 15 പേരുണ്ടായി. അവരുടെ ബൂട്ടുകളാണിത്. പിന്നീട് പിന്നെ ഞങ്ങൾ അവരുടെ അടിവയറിന് ശക്തമായി ചവിട്ടി. എന്നിട്ട് അവരെ വിട്ടയച്ചു. അതായിരുന്നല്ലോ ചെയ്യുടെ നിർദ്ദേശം. പട്ടാളക്കാർക്ക് മുറിവുകൾ ഏറ്റിരുന്നു. അവർക്ക് ഒന്നും സംഭവിച്ചില്ല. അവരോട് തോക്കുകൾ താഴെ വെക്കാൻ ആവശ്യപ്പെട്ടു. ഒരു കള്ള കഴിവേറി ക്യാപ്റ്റൻ ഒരു കൈത്തോക്ക് അവന്റെ ശക്തിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. തക്കം നോക്കി അവനത് ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ അവന്റെ നെഞ്ചിലേക്ക് നോക്കി ഒരു വഴി തൊട്ടു. ഒന്നും മാത്രം. നീ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ മാർക്കോസ്? ഞാൻ വെറും ഒരു പരത്തെ കൊന്നു. പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മാർക്കോസ് ലംഘിച്ചിരിക്കുന്നത്. ആട്ടെ, എന്നെ പോലെ ഒരാൾ നഷ്ടപ്പെടുന്നത് ഈ വിപ്ലവത്തിന്റെ വിജയത്തിന് ആവശ്യമാണെങ്കിൽ എന്നെ കൊന്നോളൂ. എനിക്ക് ജീവിക്കണോ വേണ്ടയോ അവകാശമുണ്ടോ എന്ന് ഇവർ തീരുമാനിക്കട്ടെ. ഇവിടെ കിടന്ന് ഇനി അറിയിക്കാൻ ഞങ്ങൾക്കാവില്ല. മാർക്കോസ്, നീ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ കൂടെ ഇപ്പൊ എത്ര പേരുണ്ടെന്നാ? ആകെ 27 പേർ. അതിൽ 18 പേർ മാത്രമാണ് ബൊളീവിയക്കാർ. ഒരുപാട് ജനങ്ങൾ നമ്മളുടെ കൂടെ നിൽക്കും, എനിക്കുറപ്പുണ്ട്. പ്രതീക്ഷിക്കണം, കുന്നോളം പ്രതീക്ഷിക്കണം. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാർക്കോസ് ചെയ്തു. അത്രമാത്രം. നീ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്തിനാണ് ബൊളീവിയയിൽ വന്നിരിക്കുന്നത്? എന്തോ മണ്ടൻ ചോദ്യമാണ്. സ്വാഭാവികമായും ഈ രാജ്യത്തെ ജനങ്ങളെ സഹായിക്കാൻ. നിങ്ങളെ പോലെയുള്ളവർ ജീവൻ പണയപ്പെടുത്തരുത്. ശക്തമായൊരു നേതൃത്വമില്ലെങ്കിൽ, ധീരനായ ഒരു നേതാവില്ലെങ്കിൽ അവർ ഒന്നിനെയും തിരിച്ചടിക്കുവാനോ വെല്ലുവിളിക്കുവാനോ തയ്യാറല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അത്തരത്തിലുള്ള ഒരാളാണ് ഞാൻ. യാഥാർത്ഥ്യം അംഗീകരിക്കൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവൻ തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനുമാണ്. എല്ലാം നിസ്സംഗമായി അനുഭവിച്ചു തീർക്കുന്ന ജനങ്ങളെ ഇളക്കിവിടാൻ കഴിയുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് നിങ്ങൾ. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ചേ. ആ ചേ എങ്ങനെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വരേണ്ടിയിരുന്നു. ഫിദലിന് അവിടെ വേണ്ടതിലും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതെന്റെ കടമയായിരുന്നു. പറയൂ, എന്തിനാണ് നിങ്ങൾ ക്യൂബ വിട്ടത്? കാരണം ചിലത് കൂടി ചെയ്യാനുണ്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് തോന്നി നിങ്ങൾ എവിടെയും അല്ലെന്ന്. ക്യൂബയിൽ നിങ്ങൾ നിലയുറപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അവർ നിങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങി. ഇവിടെ ആകട്ടെ, നിങ്ങളെ കൊല്ലാൻ ശത്രു നിയോഗിച്ച ഇന്ത്യൻ വംശജരിൽ ഒരാളെ പോലും കൊല്ലാൻ നിങ്ങൾക്കാവുന്നുമില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങൾക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ചും മാർക്കോസ് ചെയ്തു പോയ തെറ്റുകളുടെ പശ്ചാത്തലത്തിൽ. എന്റെ കൂടെ വരൂ. എത്ര മാതൃസഹജമാണ് നിന്റെ വാക്കുകൾ. അങ്ങേയറ്റം കഠിനമാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ജീവിതം. എനിക്ക് നിങ്ങളെ അറിയാം. ചെറുപ്പക്കാരും നിരക്ഷരരുമായ പട്ടാളക്കാരെ കൊല്ലാൻ നിങ്ങൾക്കാവില്ല. അവർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. അതായത് നിങ്ങളെ കൊല്ലുന്നതിലൂടെ അവരില്ലാതാക്കുന്നത് അവരുടെ പിതാവിനെയാണെന്ന്, അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരേ ഒരു പ്രതീക്ഷയാണെന്ന്. നിന്റെ ഒഴിവുകൾ നികത്താനായി 100 കണക്കിന് ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അനുസരിച്ചോ, പാച്ചോ, കോക്കോ, ഇന്ത്യ എന്നിവർ. അവരെ ആർക്കെങ്കിലും അറിയാമോ? അവരെ വിശ്വസിക്കാൻ ആർക്ക് കഴിയും? ഭൂരിപക്ഷത്തെ കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞില്ലേ? അവർ ഒരു പക്ഷേ ഒരു ചെഗ്വേരെ അംഗീകരിച്ചത് വരാം. പക്ഷേ ആരാണ് പാച്ചോവിനെ അനുസരിച്ചോവിനെ സ്വീകരിക്കാൻ പോകുന്നത്? ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് എന്തുകൊണ്ടാണ് നാം സ്ത്രീകളെ നമ്മുടെ കൂടെ കൂട്ടാത്തത്. കാരണം അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും. ഞങ്ങൾ സ്ത്രീകൾ എപ്പോഴും യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നു. തലച്ചോറ് കൊണ്ട്
കാരണം ഞങ്ങൾ ദുർബലരായതുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷ അനുസരിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൃത്യമായി തന്നെ അറിയാം. പക്ഷേ നിങ്ങൾ ആണുങ്ങളാകട്ടെ ഹൃദയത്തിന്റെ ഭാഷ അനുസരിക്കുന്നു. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു ദൗർബല്യവും ഇല്ലാത്തവരാണ്. നിങ്ങൾ സുരക്ഷിതരായിരിക്കണം. രാജ്യത്തിന് നിങ്ങളെ ആവശ്യമാണ്. എനിക്ക് നിങ്ങളെ ആവശ്യമാണ്. വളരെ വൈകി മാത്രമേ ഈ കത്ത് നിന്റെ കയ്യിൽ എത്തുകയുള്ളൂ. വെറുതെ കുറച്ച് തമാശയും കുറച്ച് കളവലും വയ്യല്ലോ. നീ ഇപ്പോൾ പ്രായപൂർത്തിയായ സ്ത്രീയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ശത്രുക്കൾക്കെതിരെ കഴിയാവുന്ന രീതിയിലൊക്കെ പോരാട്ടം നടത്തിക്കൊണ്ട് അധികമൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും എനിക്കറിയാം ഞാൻ നിന്നെ പറ്റി അഭിമാനിക്കുന്നത് പോലെ അച്ഛനെ കുറിച്ച് നിനക്ക് എപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്നുവെന്ന്. നിന്നിൽ നിന്നും ഒരു സ്ത്രീയായി കഴിയുമ്പോൾ നീയും ഈ പോരാട്ടത്തിന്റെ ഭാഗമായി തീരണം. എപ്പോഴും നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കണം. നിനക്ക് പപ്പയുടെ പിടിച്ച ഉമ്മ. നന്ദി ധന്യ. അതൊക്കെ ഇപ്പൊ 11 കഴിയാറാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞിനും ഇതുപോലെ ഒരു എഴുത്ത് ഒരു ദിവസം നിങ്ങൾ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. അത് വേണ്ടി വരില്ല. കാരണം അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ എന്താണ് നിങ്ങൾ സ്ത്രീകൾ ഒരു രക്ഷയുമില്ല. 10 മിനിറ്റ് കാണാതിരുന്നാൽ മതി. പിന്നെയും ഒരു ചോദ്യം, ഇനി എപ്പോഴാണ്? മെരിൻഡേസിനെ കുറിച്ചുള്ള വാർത്ത നീ കണ്ടോ? ഇല്ല, എന്താണ് ഉണ്ടായത്? അയാളിപ്പോ ബോഗോട്ടയിലെ ജയിലിലാണ്. ഒരു പത്രത്തിൽ അഭിമുഖത്തിൽ വേണ്ടതിലധികം എഴുതി ചേർത്തു. ഫലമോ ഒട്ടനവധി കൊളംബിയൻ ഗെരില്ലകൾ വിധിക്കപ്പെട്ടു. ദാന്തനും കാർലോസുമായുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ച ഉപകാരപ്രദമായിരുന്നില്ല. ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ അങ്ങേയറ്റത്തെ ജനാധിപത്യവാദികളായി മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിൽ അവർ വിശ്വസിക്കാതായിരിക്കുന്നു. അവർ യഥാർത്ഥമായി വിശ്വസിക്കുന്നത് എന്താണ്? ജനാധിപത്യപരമായ രീതിയിൽ സാമൂഹിക മാറ്റത്തിൽ വിജയം കൈവരിക്കാമെന്ന് അമേരിക്കൻ ഐക്യനാടുകൾ അനുവദിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ജനങ്ങളെ പഠിപ്പിക്കുക, പിന്നീട് നാം അക്രമത്തെ ഭയപ്പെടാൻ പാടില്ല. അത് മറ്റുള്ളവർക്ക് സഹായിക്കുന്ന വൈചാട്ടിയാണ്. ജോസ് മാർട്ടി യുദ്ധത്തെ കുറിച്ച് ഞാൻ എന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഒരു യുദ്ധം ഒഴിവാകാൻ സാധ്യമായ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാൾ ക്രിമിനൽ സ്വഭാവമുള്ളവനാണ്. അതേസമയം ഒഴിവാക്കാൻ പറ്റാത്തയിടത്ത് യുദ്ധം ചെയ്യാതിരിക്കുന്നവനും അതേ ക്രിമിനൽ സ്വഭാവമുള്ളവൻ തന്നെ. നമുക്കിപ്പോ പിരിയാം. ആപ്പാസിൽ വെച്ച് നാം കാണും. എത്രയും പെട്ടെന്ന് ഇത് തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യണം. ഇവിടുത്തെ ജനങ്ങളുമായുള്ള അഭിമുഖ സംഭാഷണവും ഇതിനൊപ്പം ചേർക്കണം. നമ്മുടെ റബൽഡേ എന്ന വാർത്താ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും കൃത്യമല്ലാത്തതും അസത്യവുമായ വാർത്തകൾ ഇതിന്റെ ഒപ്പം പ്രക്ഷേപിക്കാൻ പാടില്ല. ഒരു പരാജയത്തെ ഒരിക്കലും മറച്ചു വെക്കരുത്. പരാജയം? ഇത് പരാജയമാണെങ്കിൽ നമ്മുടെ വിജയങ്ങളൊക്കെ എന്തായിരിക്കും? ഒരിക്കലും നമ്മുടെ ഒരു വിജയത്തെ അധിക്ഷോഭിക്കാൻ കലർത്തരുത്. നാം നഗരം പിടിച്ചടക്കി, അത്രമാത്രം. ഒന്നാം നിലയിൽ നിന്ന് കിട്ടിയത് എന്താണെന്ന് കണ്ടോ? കേരളത്തിന്റെ യൂണിഫോം. ഇയാൾക്കിതെവിടുന്നാ ഇത്രയും പണം? റമോൻ, നിങ്ങൾക്ക് വയസ്സ് എത്രയായി? 50. താങ്കളുടെ പട്ടാളത്തിലെ റാങ്കോ? ഇതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നു? താങ്കൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
ആ പണം നിങ്ങൾ പട്ടാളക്കാരെ കൊള്ള ചെയ്തതാണ്. അല്ല അല്ല, നമ്മുടെ കേണൽ ഇവിടെ വിശന്ന് കരയുകയാണ്. കഴിക്കാനെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തു. കേരള ഈ കളപ്പന്നിയാണ്. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പറയാനുള്ളത് പറയരുത്. നിങ്ങൾ അനുഭവിച്ചു. കേണൽ, താങ്കൾ കഴിച്ചില്ലെങ്കിൽ പണി പിടിക്കും. ഒരു മൊഴീനക്കാരൻ നെപ്പോളിയൻ. ജീസസിനോട് ചെന്ന് പറയൂ, പ്ലാസയിലെ നാട്ടുകാരെ കൂട്ടാൻ നമുക്കൊരു തമാശ ഒപ്പിക്കാം. കേണലിന്റെ വക ഒരു അഭിനയം. അവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? കൊല്ലില്ല കേണൽ. പിന്നെ 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 വാ, നമുക്കിനി പുറത്തേക്ക് പോകാം. പുറത്തേക്കോ? ഈ വേഷത്തിലോ? അവിടെ പെണ്ണുങ്ങളുണ്ടാവും. അവരുടെ നേതാക്കന്മാരെ എത്ര നിസ്സാരമായാണ് നമ്മൾ കീഴ്പ്പെട്ടിരുന്നത്. ഇതുപോലെ ഈ യുദ്ധം നമ്മൾ വിജയിക്കും. ഉറപ്പ് ഉറപ്പ്. അവരുടെ ആയുധങ്ങൾ നമ്മൾ പിടിച്ചെടുക്കും. അവരുടെ പണനായകന്മാർ നോക്കൂ സഹോദരന്മാരെ, ഈ യുദ്ധം നമ്മൾക്ക് വിജയിക്കാൻ പറ്റും. അവരെ പരാജയപ്പെടുത്താൻ നമ്മൾക്ക് കഴിയും. പറഞ്ഞത് കേട്ടില്ലേ? അവർ നദി മുറിച്ച് കടന്ന് ലിയോഗ്രാമിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ തന്നെ കാത്തിരിക്കും. നദി മുറിച്ച് കടന്ന് പകുതി വഴി എത്തുന്നിടം വരെ നമ്മൾ അവരെ ആക്രമിക്കാൻ പാടില്ല. നദി മുറിച്ച് കടന്ന് പകുതി വഴി എത്തിയാൽ അവർ നമ്മളെയും ആക്രമിക്കാൻ സാധിക്കും. നീ ആദ്യം കാണുന്ന ആളെ, നീ അടുത്ത ആളെ, അങ്ങനെ അങ്ങനെ. അവർക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ പറ്റിയാണ് ഞങ്ങൾ വിഷമിച്ചത്. എന്താ ഉണ്ടായത്? അവരെവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. എന്റെ മുഖം ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു നിനക്ക്? വെടിവെച്ചുകൾ മാത്രം ഞാൻ കേട്ടു. മുഖംമൂടി അടിച്ചപ്പോ ശവശരീരങ്ങൾ. നീ അവരുടെ മുഖങ്ങൾ കണ്ടിരുന്നോ? ബ്രൂലിയോ, അൽജാറ്റോ, എല്ലെഗ്രോ, മോസ്, സോക്വിൽ. അന്യ അവരും കൂടെ ഉണ്ടായിരുന്നു. ഇല്ല, താനെ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവർ ആ ശവശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പേര് പറയാൻ എന്നോട് ആജ്ഞാപിച്ചു. അവർ മരിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. സോക്വിന്റെ പേര് പറഞ്ഞപ്പോ അവരെന്നെ തല്ലി ചതയ്ക്കാൻ തുടങ്ങി. എന്തിന്? അവരെന്നെ വിശ്വസിച്ചില്ല. രണ്ടാൾക്കും ഒരേപോലെ താടിയുള്ളത് കൊണ്ട് അവരത് നിങ്ങളാണെന്ന് കരുതി അവൻ അയാളുടെ വലതുകൈ മുറിച്ചെടുത്ത് കൊണ്ടുപോയി വിരലടയാളം എടുക്കാൻ. നീ ധീരനാണ്. മറ്റെന്തൊക്കെയാണ് അവർ നിന്നെ കാണിച്ചു തന്നത്? പിടിക്കപ്പെട്ട ഒരു ഒളിപ്പോരാളി കറുത്ത മുഖംമൂടി ധരിച്ചുകൊണ്ട് പോരാട്ടത്തിന് കൂടെ നിന്ന കർഷകരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു.
കാർലോസിനെ പറ്റി അവരെന്തെങ്കിലും പറഞ്ഞു? അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? വിപ്ലവം ഒരു പോരാളിയുടെ മരണത്തിലൂടെ അവസാനിക്കുന്നില്ല. ലാറ്റിൻ അമേരിക്കയിൽ കാലുകുത്തുന്ന ഓരോ വിദേശികളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അവരെന്നോട് പറഞ്ഞു. നമ്മുടെ ഈ പോരാട്ടത്തിന് നമ്മളെ സഹായിക്കുന്നവരെ പിടിക്കാനുള്ള എല്ലാവിധ പദ്ധതികളും അവരുടെ മക്കളുണ്ടെന്ന്. നിനക്കെന്ത് തോന്നുന്നു? അത് തീർത്തും അസഹനീയമായിരുന്നു. ഒറ്റയ്ക്ക് ചുറ്റും 50ഓളം പട്ടാളക്കാർ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഈ രക്തത്തിന്റെ നനവുണ്ടാകാതിരിക്കാൻ കഴിയില്ല. അവരെന്നോട് ചോദിച്ചു, ചെകുവേരെ എപ്പോഴേലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. ഇതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, റെമോൺ ഡീലാ സിൽവയെ എപ്പോഴേലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ അല്ലായിരുന്നു. വേറൊന്ന് ചോദിച്ചു, നിങ്ങളൊരു സോഷ്യലിസ്റ്റ് ആണോ അതോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തീർത്തും ഒരു ക്രിസ്തു മതവിശ്വാസിയാണെന്നും ും സൂപ്പിന്റെ ശവശരീരങ്ങൾ കടന്നുവരും. ആ ചെന്നായ കൂട്ടത്തിനിടയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനും നാം പഠിക്കണം. കാർലോസ് പ്യൂഗോസ്, അയാൾ ക്യൂബയിലെ ധീരനായ യോദ്ധാവായിരുന്നു. ഒരിക്കൽ 600ഓളം വരുന്ന പട്ടാളക്കാർ അയാളെ വളഞ്ഞു. പകൽ മുഴുവൻ 2 കവചിത വാഹനങ്ങളുമായി മുന്നേറി അവരെ കാർലോസ് പ്രതിരോധിച്ചു. രാത്രിയായപ്പോൾ അവിടെ നിന്നും അവിശിഷ്ടമായി രക്ഷപ്പെട്ടു. ഇപ്പൊ അതല്ല പ്രധാനം. നീ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള കരുത്ത് നീ കണ്ടെത്തി. അല്ല, അവരെന്നെ വിട്ടയച്ചതാണ്. അതിനായി എനിക്ക് തന്ന തോക്കാണിത്. അല്ലേ, അവരെന്റെ അമ്മയെ കൊല്ലും. ഒരു വശത്ത് എന്റെ സ്വന്തം അമ്മ, ഒരു വശത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഖാവ്. ഞാൻ ആരെ വേണ്ടെന്ന് വെക്കും? നമുക്ക് വിശ്രമിക്കാം. അമ്മയുടെ ഫോട്ടോ മേൽവിലാസം പിന്നിലുണ്ട്. എളുപ്പമായിരിക്കും. അല്ല, അവരെന്നെ വിശ്വസിക്കൂ. ഉറപ്പായും ഞാൻ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പോലീസുകാർ അമ്മയെ ഒറ്റയ്ക്ക് വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ കാത്തു നിൽക്കും. റെമോണിനെ കൊന്നെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ വിശ്വസിക്കൂ. ഉറപ്പായിട്ടും ഇത് റെമോണിന്റെ സ്വന്തം ഭാണ്ഡമാണ്. ഇത് അയാളുടെ തോക്കും 2 വെടിയുണ്ടകൾ ഇതിൽ കാണില്ല. ഇത് അയാളുടെ മോതിരമാണ്. ബൊളീവിയയിൽ റെമോൺ വന്ന വർഷം ഇതിൽ കൊത്തിയിട്ടുണ്ട്. ഇതൊക്കെ റെമോൺ എനിക്ക് തന്നതാണ്. അയാളെ കൊന്നതിനുള്ള 1ാം തരം തെളിവുകൾ. പിന്നീട് രമൺ ജീവിച്ചിരിക്കുന്നെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഇല്ല, അടുത്ത ഒരാഴ്ച കാലം ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് റമോൺ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പിന്നീട് അവരുടെ തടവുകാരൻ എന്നതിനുപരി ഞാനൊരു വീര നായകനായിരിക്കും. റമോൺ എന്ന ഗറീല നായകനെ കൊന്ന സ്റ്റെപ്പ്. നാളെ ഈ നേരത്ത് നീ എന്റെ അമ്മയോടൊപ്പം സുരക്ഷിതയായിരിക്കും. അമ്മയോട് പറയണം, ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്. ഇവിടെ നിന്ന് ഏതേലും വണ്ടി കിട്ടിയാൽ നീ അതിൽ കയറി പൊയ്ക്കോണം. ഞാൻ കടന്നു വന്നോളാം. ഇല്ല,
സംരക്ഷിക്കുമെന്ന്. പനിയാണ്, അവിടെ വിശ്രമിക്കും. പൂച്ചിച്ചി എന്ന രോഗമാണ്. പോരാത്തതിന് പോഷകാഹാരക്കുറവ്. എല്ലായിടത്തും ഇതേ രോഗമാണ്. ചികിത്സ ഒട്ടും ലഭിച്ചിട്ടില്ല. ക്യൂബ മോചിക്കപ്പെടുന്നതിന് മുമ്പ് ഏതാണ്ട് ഇതേപോലത്തെ അവസ്ഥയിൽ രമണ ഒരു നല്ല ഡോക്ടറാണ്. തീർച്ചയായും ചികിത്സിച്ച് ഭേദമാക്കണമെന്ന ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് പ്രത്യേകിച്ചു. സ്വയം നാടുകടത്തപ്പെട്ട അവസ്ഥയിൽ അർജന്റീനയിൽ പെറോൺ പരമാധികാരം സ്ഥാപിച്ചപ്പോഴാണ് റമോൺ തന്റെ ഡോക്ടർ വൃത്തി ആരംഭിക്കുന്നത്. പിന്നീട് ബൊളീവിയയിൽ ഇന്ത്യൻ ആദിവാസികൾക്കിടയിൽ അദ്ദേഹം ചികിത്സ തോന്നും. ഈ ഭൂഖണ്ഡത്തിൽ നിന്നാണ് യഥാർത്ഥ ജനങ്ങളുടെ ദുരിതം അദ്ദേഹം മനസ്സിലാക്കുന്നത്. സ്വന്തം നിങ്ങളെ അയാളെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്താ അവരെ വെച്ചത്? അവരെ പറ്റി രമോൺ ഒരിക്കലും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക് മാതൃകയാകാനാണ് അയാൾക്ക് ഇഷ്ടം. അവരെ കുറിച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരു മുറിവ് തുറക്കുക എന്നതാണ്. അതൊരു ദൗർബല്യത്തിന്റെ ലക്ഷണമാണ്. ശരിക്കും ചെഗ്വേര തന്നെയാണോ അയാളുടെ പേര്? ഒരു വിപ്ലവകാരിക്ക് വെച്ച ഗംഭീര പേര്. ഏണസ്റ്റോ ഗുവേര സെന്ന എന്നതാണ് അയാളുടെ യഥാർത്ഥ പേര്. ചെ എന്നത് തമാശയോടെ അദ്ദേഹത്തെ വിളിക്കുന്ന ഓമന പേരാണ്. ഹലോ എന്ന അർത്ഥം വരുന്ന നിറപ്പകിട്ടാർന്ന ശബ്ദം. അയാൾ എന്തിനാണ് ഒരു വിപ്ലവകാരിയുടെ ജീവിതം തിരഞ്ഞെടുത്തത്? ഒരിക്കൽ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് വിപ്ലവകാരിയായ ഒരു ഡോക്ടറാണ്. വിപ്ലവമാണ് ആദ്യം വേണ്ടത്. 17 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, തത്വചിന്തയുടെ നിഘണ്ടു. 1951 തെക്കേ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ഒരു മോട്ടോർ സൈക്കിൾ സഞ്ചരിച്ച് ആ ഭൂഖണ്ഡത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ദുരിതം അദ്ദേഹം മനസ്സിലാക്കി. കപ്പലിൽ കുശിനിപ്പണിക്കാരനായും പോർട്ടറായും നാവികനായും കുഷ്ഠരോഗികളുടെ ഇടയിൽ ഡോക്ടറായും അവരെത്രയുണ്ട്? 30. ഇനി എന്റെ ഗുണമാണ്. ഇതിലെ അവസാനത്തെ വെടിയും ഞാൻ തന്നെ ഉതിർക്കും. അതാണ് നിയമം. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് നിങ്ങളുടെ കവിതകൾ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ജീവിതത്തെ അങ്ങേയറ്റം സ്നേഹിക്കുമെന്ന് അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ ജീവിതത്തെ തീവ്രമായി സ്നേഹിക്കുന്നു. ഒരു വിപ്ലവകാരിയായി ജീവിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ ഒരു കവിയേക്കാൾ ഉപരി ഞാനൊരു പോരാളിയാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ഓരോ ദിവസവും 8 അതിലധികവും മണിക്കൂറുകൾ സ്വന്തം അധ്വാനം വിൽക്കുമ്പോൾ സത്യത്തിൽ അവർ മരണമോ ശൂന്യതയാണ് അനുഭവിക്കുന്നത്. ആ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അവർ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. 24 മണിക്കൂറും സ്വന്തം ജീവൻ ഭയപ്പെടുത്തിക്കൊണ്ടല്ല താങ്കൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഓരോരുത്തരും പ്രധാന കഥാപാത്രങ്ങളായി തീരും. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒന്നല്ല. എന്തോ പറ്റി? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. 2 ബൊളിവിയക്കാർ ഒളിച്ചോടിപ്പോയി. ആരൊക്കെ? ലിയോണും കമ്പയും. രണ്ടു ധീരരായ ഗറില്ല പോരാളികളുടെ ഭക്ഷ്യജനകമായ കഥ ഇങ്ങനെ അവസാനിക്കുന്നു. ജുവാനും പാച്ചോയ്ക്കും എങ്ങനെയൊന്ന് പോയി നോക്കൂ. നീ തയ്യാറായോ? ശരി, സമയമായിരിക്കുന്നു. നമുക്ക് പിരിയാൻ. നീ പകർത്തിയ ഡയറി ഇത് നിനക്കുള്ളതാണ്. അവൻ ധീരനായ ഒരു വിപ്ലവകാരിയാണ്. സ്വന്തം സഹോദരങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ അവന്റെ കൂടെ ഉറച്ചു നിൽച്ചു. ആരോ പറഞ്ഞു അവന്
ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ചെഗുവേര എന്നാണെന്ന്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ നീ അവരോട് ചെന്ന് പറയണം എന്റെ പേര് അവരുപയോഗിക്കാമെന്ന്. ഞങ്ങൾ ഈ ലോകത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന സാഹസത്തിലേക്ക് കുതിച്ചു ചാടാതിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരു വലിയ കുടുംബത്തിൽ ഡോക്ടറായി ധാരാളം പണം സമ്പാദിക്കേണ്ടതിന് പകരം നിങ്ങൾ ഈ കാടാണ് തിരഞ്ഞെടുത്തത് കാടന്മാരെ ചികിത്സിക്കാൻ. നിങ്ങൾ ക്യൂബയിൽ പോയി വിപ്ലവം ഉണ്ടാക്കി. അവിടെ നിങ്ങൾ ഒരു മന്ത്രിയായി. എന്താ കർത്താവേ, എത്ര സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു. ചൂഷണത്തിനും വിശപ്പിനുമെതിരെ പോരാടാൻ തീരുമാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ നിങ്ങളുടെ വിപ്ലവം ഒരിടത്ത് വിജയിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ വീണ്ടും മറ്റൊരിടത്ത് അത് തികച്ചും അസംബന്ധമാണ്. അനീതിയും പട്ടിണിയുമുള്ളിടത്തോളം കാലം വിപ്ലവകാരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പട്ടിണിയുള്ളവരും വിശക്കുന്നവരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെയൊക്കെ വിശപ്പടക്കാൻ കഴിയുക? നിങ്ങൾക്ക് നന്നായി അറിയാം, പാവങ്ങളോടുള്ള അനുകമ്പ വിതരണം ചെയ്യുകയല്ല യഥാർത്ഥ ആവശ്യമെന്ന്. സമൂഹത്തിന്റെ കാര്യമാണ് മാറ്റി തീർക്കേണ്ടത്. എന്റെ അധികാരത്തിന് പരിമിതിയുണ്ട്. നാമാണ് യഥാർത്ഥ ഭരണവർഗം. അത് നമുക്ക് വിധിക്കപ്പെട്ടതാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുമ്പോ അവരുടെ വിധിയാണ്. ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് എനിക്കറിയാം. ഈ ലോകത്തിന്റെ പോക്ക് ഒരേ ദിശയിലേക്കാണ്. വിശ്വസിച്ചേ, അത് നിങ്ങൾ മാത്രമാണ്. ഒരു അപമാനം മുങ്ങാൻ പോകുന്നു എന്നറിയുമ്പോൾ മറ്റുള്ളവർ കപ്പൽ ഉപേക്ഷിക്കും. പ്രിയപ്പെട്ട കമാൻഡർ, താങ്കൾ മനസ്സിലാക്കിയിരിക്കും, താങ്കളുടെ സേനയിലെ അവസാനത്തെ രണ്ടുപേരെ കൂടി ഞങ്ങൾ തടവിലാക്കിയിരിക്കുന്നു. ഇനി എനിക്ക് എത്ര സമയം ബാക്കിയുണ്ട്? അമേരിക്കയിൽ നിന്നുള്ള ആജ്ഞ കിട്ടിക്കഴിഞ്ഞ അതിന് അമേരിക്കക്കിതിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കൂലിപ്പട്ടാളക്കാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളൊക്കെ മോസ്കോയുടെ കൂലിപ്പണിക്കാരാണ് എന്നതുപോലെ അല്ലേ? അമേരിക്ക നിങ്ങളെ പോലെയുള്ള പ്രതിവിപ്ലവകാരികളെ സഹായിച്ചതുപോലെ മോസ്കോ വിപ്ലവകാരികളെ സഹായിച്ചിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ സ്വതന്ത്രമാകാൻ വെറും 10 വർഷം മതിയായിരുന്നു. ചിലപ്പോ 10 വർഷം പോലും വേണ്ട. ഞാൻ വളരെ വ്യക്തമായ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയാം. അഡ്മിറൽ ആ കടലാസിലാണ് എന്നോട് ഒപ്പുവെക്കാൻ പറഞ്ഞത്. ഇത് മാത്രമാണ് താങ്കളുടെ മുന്നിലെ ഒരേ ഒരു രക്ഷാമാർഗം. ഈ കടലാസിൽ ഒപ്പുവെച്ച് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൊളീവിയയിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ അർജന്റീനയിലേക്ക്. ഈ കടലാസിൽ ഒപ്പുവെക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷരാകും. മറ്റു ചേമാർ ഒട്ടനവധി. അവർ പുതിയ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. വെറുതെ ആ ലളിതമായ സത്യത്തെ അംഗീകരിക്കൂ. ബൊളീവിയയിൽ നിങ്ങളുടെ വിപ്ലവം ഒരു പരാജയമായിരുന്നുവെന്ന് അത് മാത്രം. ഒരാൾക്ക് വിപ്ലവത്തെ പല വിധത്തിലും വഞ്ചിക്കാനാവും. വിപ്ലവം പരാജയപ്പെട്ടു എന്ന് പറയുന്നതിലൂടെ പോലും വിധി
നിങ്ങൾ മാർക്സിസ്റ്റ് ആണോ? ഒരു ഭൗതിക ശാസ്ത്രജ്ഞനോട് നിങ്ങൾ ന്യൂട്ടന്റെ അനുയായിയാണെന്ന് ചോദിച്ചാലുള്ള ഉത്തരം പോലെ ലളിതമാണ്. കൊക്കോ റോബർട്ട് ബെന്തോലി. ജനനം മെയ് 23, 1939 ട്രിനിഡാഡ്. 11 വയസ്സ് മുതൽ ബൊളീവിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം. പാർട്ടിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ്, തീവ്രവാദി. 1962 റഷ്യയിലേക്ക്, 1964 ക്യൂബയിലേക്ക്. എല്ലാ പരിശീലനം ലഭിച്ചത് ക്യൂബയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും. 14 വയസ്സുള്ളപ്പോൾ ഖനിത്തൊഴിലാളി, മറ്റു തൊഴിലുകൾ, ടാക്സി ഡ്രൈവർ, തീങ്കഞ്ഞി വേട്ടക്കാരൻ, ഗിറ്റാർ വായനക്കാരൻ. 1960 മീരയുമായുള്ള വിവാഹം, 3 കുട്ടികൾ, കൊഞ്ചകൻ. ബൊളീവിയൻ ഭരണകൂടത്തിന് വേണ്ടി നീതി തന്നെടുപ്പിലുടുവിച്ചുയർന്ന താരനം പിളർന്നു വീണ വാക്കുകൾ തളിത്തിടും ചരിത്രമാ. നീതി തന്നെടുപ്പിലുടുവിച്ചുയർന്ന താരകം പിളർന്നു വീണ വാക്കുകൾ തളിത്തിടും ചരിത്രമായി. മുറിച്ചുവിട്ട വേരുകൾ കൊരുത്തിടു സഖാക്കളെ. മുറിച്ചുവിട്ട വേരുകൾ കൊരുത്തിടു സഖാക്കളെ. ചേയുടെ പടക്കരുത്തുയർന്നിടട്ടെ നമ്മളിൽ. ചേയുടെ പടക്കരുത്തുയർന്നിടട്ടെ നമ്മളിൽ. ചേയുടെ പടക്കരുത്തുയർന്നിടട്ടെ നമ്മളിൽ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം.